ഗൈസ്, കെട്ടികൾ പുതിയ ഉള്ളി മെഷീൻ മേടിച്ച് പഴയതങ്ങ് നാട്ടിൽ കൊണ്ടുവരുന്നു. പുതിയ ഉള്ളി ചോപ്പിംഗ് അല്ല ഇത്? എത്ര പൈസ? 100 എത്ര നമ്മൾ ആദ്യം വാങ്ങിച്ച 300 സംതിങ്ങിന്. ഓഫറാ? 170 എത്ര ഉള്ള. വെറും ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഉള്ളി ചോപ്പിംഗ് മാത്രമേ ഉള്ളൂ. ഇത് ഉള്ളി ഇതിങ്ങനെ ചെറുങ്ങനെ ചോപ്പ് ചെയ്യുന്നില്ലേ അത്. സെയിം സാധനം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് കനം കുറവുണ്ട് മറ്റേ. ജ്യൂസ് മെഷീൻ മേടിച്ചു. എൻ്റെ സംഭവം നല്ലത് ഇതെന്നാ ജ്യൂസ് മെഷീനാ? എന്നാ ഫ്രഷ് ജ്യൂസ് അടിക്കാം? എന്നാ ഫ്രഷ് ജ്യൂസ് അടിക്കുന്നു? ഇതിങ്ങനെ വെച്ചിട്ട് നമ്മള് വെജിറ്റബിൾ ഇടൂലേ, അപ്പൊ ഇതിങ്ങനെ താത്തി കൊടുക്കും. ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഫിലിപ്പിന് തോന്നല്ലോ. അഞ്ച് ഗ്ലാസ് ഉണ്ടായത് കേൾക്കണ്ട. പൊട്ടത്തിയാ? നല്ല രസമുണ്ട. ഒളിഞ്ഞ വന്ന് അടിക്കും. ഇതെന്നാ ജ്യൂസ് മെഷീനാ? ജ്യൂസ് അടിക്കില്ലേ? ജ്യൂസ് അടിക്കാൻ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇതാ ഉപകാരമുള്ള സാധനം. അടിപൊളി അടിപൊളി. ഐശ്വര്യ ക്രിക്കറ്റ് ബാറ്റ് എടുത്തു. കാണിച്ചേ. അങ്ങനെ ഒന്ന് സൈഡായി ഗൈസ്. അടുത്തത് ഇതും കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ കൊണ്ടുപോകണം. പുതിയ മേടിച്ച് സ്വന്തമായിട്ട് പർദ്ദ പീടി ഓടണം, പർദ്ദ അടിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് മേടിച്ചൊരു മെഷീനാണ്. ഇനി പീൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫുഡ് കിട്ടുമെന്നെല്ലാം കണ്ടറിയണം. അറിയാലോ പർദ്ദ അടിക്കുന്ന എല്ലാം ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിന് ഇസ്ലാമായി സ്റ്റാറ്റസ് വെച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് പർദ്ദ പീടി ഓടണമെന്ന് പറഞ്ഞിട്ടല്ലേ മെഷീൻ മേടിച്ചേ. എന്തുകൊണ്ടാ പറ. മുടിക്ക് പിടിക്കില്ല, അപ്പൊ അതിന് വേണ്ടിട്ടാ. പിന്നെ സ്റ്റിച്ചിങ് മെഷീൻ, പോർട്ടബിൾ സൂചിയുള്ളത് സാധനം ഇട്ട് ഇതെല്ലാം എനിക്ക് ഓഫീസിൽ നിന്ന് കാണിച്ച അടിപൊളിയാണല്ലോ. ഇതൊന്നും നോക്കിയില്ല. ഇത് മാത്രം കഴിഞ്ഞതിന് മേടിച്ച 60 റിയാലിന് അല്ല, അക്കറെ പോയിട്ട് നമ്മൾ വാങ്ങിയില്ല. 100 റിയാലിന്. അത് ജനോണ്. ഇതെല്ലാം മേടിക്കും. ഇതിന്റെ സ്പെസിഫിക്കേഷൻ പുതിയതാണ്. ഓൾഡ് മോഡലല്ല, പുതിയ മോഡൽ. കമ്പനി അങ്ങനെ 2 സാധനം മേടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാം ഓഫറിനാണ് 399 225 റുപ്യ. ഇപ്പൊ ഓഫർ മീനുണ്ടെന്ന് പറഞ്ഞ് ജഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 23 റുപ്യക്ക് ജഷ് മേടിച്ച ആളല്ലേ എന്നോട് പറഞ്ഞ ഓഫറിന് ജഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജഷ് ബില്ല് നോക്കുമ്പോൾ 23 റുപ്യ കിലോ. നോർമലി ജഷിന് 17 റുപ്യ ഓഫറിന്റെ പ്രൈസ് ആയി. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് മുടിക്കുത്തിയല്ല. ഇനി സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ വരുവോളെ യൂട്യൂബിലൊക്കെ വിട്ടു കൊടുത്ത് കേട്ടോ ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ലൈസോ ഐസുവിന്റെ ചാനലിൽ ഐസുവിന്റെ റോബ്ലക്സ് കളിക്കുന്ന വീഡിയോസ് എല്ലാം വരുന്നുണ്ട് അല്ലേ? എല്ലാവരും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം തന്നെ.
സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ പറ. അല്ലെങ്കിൽ നോക്കിയും കണ്ടെല്ലാം ചെയ്തോ. അപ്പം ഞാൻ പോയിട്ട് സിനിമ കണ്ടിട്ട്. അപ്പം ഇതാണ് ഗൈസ് മിഷ്യൻ. നാട്ടിലുള്ള മിഷ്യനായിട്ടുള്ള ഇന്ത്യയിലുള്ള അതുപോലെയല്ല. യേശുവിന്റെ സൈബർ ട്രക്ക് കാണിച്ചു കൊടുക്ക്. എടുക്ക് കാണിക്ക്. അടിപൊളി. ഒരടുപ്പിതാ ഗൈസ്. ടൂറ് പോകണം, പുറത്തുനിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ചെടുത്തായിരുന്നു.